മാർക്കറ്റ് ഇനി എങ്ങോട്ട് തിരിയുമെന്ന് കൃത്യമായി കാണിച്ചു തരുന്ന 3 മാന്ത്രിക പാറ്റേണുകൾ ചാർട്ടിൽ ഒളിച്ചിരിപ്പുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കാൻഡിൽ സ്റ്റിക്കുകൾ പഠിച്ചതുപോലെ തന്നെ പ്രധാനമാണ് ചാർട്ടിൽ രൂപപ്പെടുന്ന ചില പ്രത്യേക പാറ്റേണുകൾ. വലിയ പ്രോഫിറ്റുകൾ തരാൻ സാധ്യതയുള്ള പ്രൊഫഷണൽ ട്രേഡേഴ്സ് എപ്പോഴും നോക്കിയിരിക്കുന്ന 3 പ്രധാന പാറ്റേണുകൾ വളരെ ലളിതമായി ഇന്ന് പരിചയപ്പെടാം. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. ആദ്യത്തേത് ഒരു ബെയറിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി താഴേക്ക് വരാൻ പോകുന്നു എന്ന് കാണിക്കുന്ന സിഗ്നൽ. ഇത് എങ്ങനെ കാണപ്പെടും? നമ്മുടെ മനുഷ്യ ശരീരം പോലെ തന്നെയാണിത്. ഇതിന് ഒരു ഇടത് തോളും അതിനേക്കാൾ ഉയരമുള്ള ഒരു തലയും പിന്നെ വലത് തോളും ഉണ്ടാകും. ഈ 3 ഭാഗങ്ങളും താഴെ വന്നു മുട്ടുന്ന ഒരു വരയുണ്ടാകും. അതിനെ നെക്ക് ലൈൻ എന്ന് വിളിക്കും. ട്രേഡ് എങ്ങനെ എടുക്കാം? മാർക്കറ്റ് മുകളിൽ പോയി ഈ പാറ്റേൺ ഉണ്ടാക്കിയ ശേഷം 3ാമത്തെ ഷോൾഡർ കഴിഞ്ഞ് താഴേക്ക് വന്ന് നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പാറ്റേണിന്റെ നേരെ തലകീഴായ രൂപമാണ്. മാർക്കറ്റ് തുടർച്ചയായി താഴേക്ക് പോകുമ്പോൾ ഇനി മുകളിലേക്ക് ശക്തമായി കയറാൻ പോകുന്നു എന്ന് കാണിക്കുന്ന ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണിത്. ഇത് എങ്ങനെ കാണപ്പെടും? ചാർട്ടിൽ തലകീഴായി നിൽക്കുന്ന ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ രൂപപ്പെടും. ഇതിന്റെ മുകളിലുള്ള വരയാണ് ഇവിടുത്തെ നെക്ക് ലൈൻ. ഇവിടെ ട്രേഡ് എങ്ങനെയാണ് എടുക്കുക? മാർക്കറ്റ് താഴെ പോയി ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്ത ശേഷം മുകളിലുള്ള നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് പച്ച കാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ബൈ എൻട്രി നോക്കാവുന്നതാണ്. കപ്പ് ആൻഡ് ഹാൻഡിൽ. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് പോലെ ഇരിക്കുന്ന ഒരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്. മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് വീണ്ടും മുകളിലേക്ക് തന്നെ കുതിക്കാൻ തയ്യാറെടുക്കുന്ന അവസ്ഥ. ഇത് എങ്ങനെ കാണപ്പെടും? ചാർട്ടിൽ ആദ്യം ഒരു വലിയ യു ഷേപ്പിൽ ഒരു കപ്പിന്റെ രൂപം വരും. അതിനുശേഷം തൊട്ടടുത്ത് ചെറിയൊരു റൗണ്ട് അല്ലെങ്കിൽ ഫ്ലാഗ് രൂപത്തിൽ അതിന്റെ പിടിയും വരും. ഇവിടെ ട്രേഡ് എങ്ങനെയാണ് എടുക്കേണ്ടത്? കപ്പിന്റെ മുകൾ ഭാഗത്തെ ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ബൈ ട്രേഡ് എടുക്കാം. വലിയൊരു മുന്നേറ്റം ഇവിടെ പ്രതീക്ഷിക്കാം. ഈ പാറ്റേണുകൾ കണ്ട് പെട്ടെന്ന് ചാടി വീണ് ട്രേഡ് എടുക്കരുത്. എപ്പോഴും നെക്ക് ലൈൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ കൃത്യമായി ബ്രേക്ക് ചെയ്ത് കാൻഡിൽ ക്ലോസ് ചെയ്തതിനു ശേഷം മാത്രം എൻട്രി എടുക്കുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ലളിതമായ ട്രേഡിംഗ് ടിപ്പുകൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. താങ്ക് യു.